അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനാണ് കുഞ്ഞാൻ. വാക്ക് വിത്ത് കുഞ്ഞാൻ നമ്മുടെ ചാനലിലെ പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഞാൻ എൻ്റെ മൂത്ത പെങ്ങളെ വീട്ടിലേക്ക് വന്നിരിക്കണം, ഞാനും അയിമയും കൂടെ. അയിമ എത്തിക്ക് നോക്കിച്ചേ, അയിമ നോക്കുന്നുണ്ടാവോ? അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നിട്ടൊരു നോമ്പ് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് 2-3 ഐറ്റംസ് ഒരു എണ്ണക്കടി ഉണ്ടാക്കണേ കാണിച്ചു തരാം. നമ്മൾ പല നോമ്പ് ഉറക്ക് പറ്റി നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ. അപ്പോൾ അതിൽ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. കാരണം ഒരു 3 പാടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും, പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വീഡിയോ ആക്കി ഇട്ടുതരാം. നമുക്ക് ആദ്യം നമുക്ക് നെഗറ്റ്സിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നെഗറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു ബ്രെഡ് പൊടിച്ച ഒരു കപ്പ്, അതുപോലെ കോഴിമുട്ട 2 എണ്ണം, മൈദ ഒരു 1/4 കപ്പ്, അതുപോലെ ഒരു പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി 1 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന് മാത്രം, പിന്നെ അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു അര ടീസ്പൂണ്, ഗരം മസാല ഒരു 1/4 ടീസ്പൂണ്, പിന്നെ സോയാ സോസ് 4 ടേബിൾ സ്പൂൺ, അത് പാല് ഒരു 3/4 കപ്പ്, അതായത് പിന്നെ അതുപോലെ ബ്രെഡ് 8 സ്ലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിച്ചതിന് നമ്മൾ വക്ക കട്ട് ചെയ്തതിന് ശേഷം 8 സ്ലൈസ് വേണം. അതുപോലെ ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനും. അപ്പോൾ നമുക്ക് നമ്മളെ പണി തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിന് 4 ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പാലിലിട്ട് വെക്കുക കുറച്ച് നേരം. എന്നിട്ട് അതിന് ശേഷം നമ്മളെ ബോൺലെസ് ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മിക്സിയിലൊന്ന് അടിക്കുക. അപ്പോൾ ചിക്കൻ നന്നായി അരിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പാലിൽ മുക്കി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇടുക, ജാറിലേക്ക് ഇട്ടുക. ഓക്കെ, പിന്നെ അതിന് നമ്മൾ ബാക്കിയുള്ള ചേരുവകളും ചേർത്ത് കഴിഞ്ഞിട്ട് വളരെ പതുക്കെയായിട്ട് ഇങ്ങനെ അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാതും ഇത് കൂട്ടി അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വളരെ പതുക്കെ നിർത്തിയിട്ട് വേണം നമ്മളെ ഈ മിക്സിയിൽ ഇത് അടിക്കാൻ, എന്നാലേ കറക്റ്റായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണത് സംഭവം എങ്ങനെയാണ് വരിക, നമ്മളെ മാവ് രൂപത്തിലായി കിട്ടും. അപ്പോൾ എന്നെക്കൊണ്ട് ഇത് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ പെങ്ങളുട്ടിയാണ് ഇതിനൊക്കെ വേണ്ടി സഹായിക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 2 കോഴിമുട്ട നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്രത്തേക്ക് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അളക്കുക. അപ്പോൾ നമുക്ക് നെഗറ്റ്സിക്ക് വേണ്ടത് എല്ലാവരും എടുത്ത് വെച്ചോളും. ഒരു ഇത് വേണ്ടത്, ഇതൊക്കെ റസ്ക് പൊടി ഉണ്ട്, ഇതിൽ അരിപ്പൊടി, അതുപോലെ നമ്മൾ അരച്ച് വെച്ച ചിക്കനും ബ്രെഡും പാടെ കൂട്ടി അരച്ച് വെച്ചാണിത്. ഓക്കെ, അപ്പോൾ പിന്നെ കോഴിമുട്ട, അതൊക്കെ റെഡിയായി കഴിഞ്ഞ് നമുക്കത് ഷേപ്പാക്കി എടുക്കാം. ഓക്കെ, നമ്മൾ അരച്ച് ചിക്കൻ്റെ മിക്സ് കുറച്ചിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരു ഉരുട്ടിയതിന് ശേഷം ഉരുട്ടി നമ്മളിതിങ്ങനെ ഇങ്ങനെ ഷേപ്പാക്കുന്നുണ്ട് അല്ലേ, ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് അതിനുശേഷം നമ്മൾ മൈദപ്പൊടിയിലൊന്ന് ഇങ്ങനെ പൊടിയാക്കാം മുകളിൽ. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യാം, നന്നായിട്ടൊന്ന് പൊടിയാക്കാം. അതിനുശേഷം നമ്മൾ കോഴിമുട്ടയിലിടാം, നന്നായിട്ട് മുക്കണം കേട്ടോ. നന്നായിട്ട് മുക്കിയതിന് ശേഷം നമ്മൾ മുട്ടക്കൊന്ന് അതിനുശേഷം ബ്രെഡ് പൊടിയിലൊന്ന് കവർ ചെയ്യാം. ബ്രെഡ് പൊടി നന്നായിട്ട് കവർ ചെയ്യണം കേട്ടോ. നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ശരിക്കും വീണ്ടും ഒന്നുകൂടി നമ്മൾ ഷേപ്പ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളെ ഷേപ്പ് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം, നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ഉണ്ട്, ഏത് ഷേപ്പിൽ വേണം നമുക്ക് ആക്കാൻ പറ്റും. യെസ്, അങ്ങനെ നമുക്ക് എല്ലാതും ഇനി ഇങ്ങനെ ആക്കിയെടുക്കാം. നമ്മളെ സഹായിക്കാൻ റനമോളും ഉണ്ട്. റനമോളെ കഴിക്കോ, കുറേ ആൾക്കാർ കാണണം കേട്ടോ, അന്നെ കണ്ടോട്ടെ. എന്നെക്കായി അടിപൊളി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഷേപ്പാക്കി വെച്ച് നമ്മൾ നെഗറ്റ്സ് എടുത്തിട്ട് നമ്മൾ എണ്ണയ്ക്ക് ഇടുക. എണ്ണയ്ക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒരു ഭാഗം ആയതിനു ശേഷം മറിച്ചിട്ടിട്ട് നമ്മൾ നന്നായി ആയതിനു ശേഷം നമ്മളൊന്ന് കോരി എടുക്കാം. അത്യാവശ്യം ഇങ്ങനെ കളറൊക്കെ വന്നിട്ട് ഈ കളറിൽ വരണം ഏകദേശം. അപ്പോൾ നമ്മൾ നെഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നെഗറ്റ്സ് നമ്മൾ കെച്ചപ്പൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, കാരണം നമ്മൾ നന്നായിട്ട് വന്നിട്ടുണ്ട് സംഭവം. എന്തായാലും നോമ്പായതുകൊണ്ട് നോമ്പ് തുറന്നിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫുഡിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ട് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ തെറ്റുകളും കുറവുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറുമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ തുടർന്ന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സഹകരണം എല്ലാം വേണം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരേക്ക് ഗുഡ് ബൈ.